ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വീട് മാറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ലൈറ്റ്സ്, ഫർണിച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമായിരുന്നു. അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു 1-2 മാസത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോ ഇട്ട് നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നുണ്ട്. ഈ വീഡിയോ അത്യാവശ്യം നല്ല ഷോർട്ടാണ്, ഒട്ടും ലെങ്തി അല്ല. അപ്പോൾ എന്തായാലും ഇനി മുതൽ നല്ലപോലെ ഇത്ര ഷോർട്ടാണെങ്കിൽ പോലും ഇനി മുതൽ നല്ലപോലെ ഇടണം എന്നുണ്ട്. എന്തായാലും വീക്കിലി വൺസായിട്ട് വീഡിയോസും ഷോർട്സ് ഡെയിലിയും ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലപോലെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആവണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പോയിട്ട് റെഡി ആവുകയാണ്. ഞങ്ങൾ കോട്ടക്കൽക്കാണ് ഫസ്റ്റ് പോണത്. അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട്, ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കാലിയാക്കലാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ റീല് കണ്ടിട്ട് ആ ഒരു ഷോപ്പിലോട്ട് പോയതാണ്. നമ്മൾ നല്ല നേരത്തെയാണ് വന്നത്. അവിടെ 2 മണി ആ ടൈമൊക്കെ ആകുമ്പോഴാണ് ഷോപ്പ് ഓപ്പൺ ആവുക. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മളിങ്ങനെ ഒരു നല്ല അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6 o'clock ആ ടൈമൊക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 11 o'clock 12 o'clock ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിശന്നപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂവും സർവീസും ആയിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഫുഡും അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല ആസ്വദിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നമുക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണ വഴിയിലുണ്ടായിരുന്നതാണ് ഈ ഒരു പാലസ്. നല്ല അടിപൊളി പാലസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊരു വേൾഡ് കപ്പിൻ്റെ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. വേൾഡ് കപ്പ് സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജീപ്പ് താറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോയത് കല്ലിങ്ങൽക്കാണ്. കല്ലിങ്ങൽ നമ്മൾ പോയത് മെയിനായിട്ട് ഇവിടെ റേറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മളിനി പോണ ഷോപ്പിൽ കമ്പാരിറ്റീവ്ലി ഏതിലാണ് വിലക്കുറവ്, അവിടെ ഓഫേഴ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. നമുക്ക് അത്യാവശ്യം കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിയറസ്റ്റ് മാൾ സെർച്ച് ചെയ്തപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കണ്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ കയറി. നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് മിക്സി നോക്കാണ്ടായിരുന്നു, പിന്നെ കുക്കർ നോക്കാണ്ടായിരുന്നു, പിന്നെ ക്ലോക്ക് നോക്കാണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് നോക്കാണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ പോയപ്പോൾ എൻ്റെ കണ്ണ് പോയത് നേരെ ടോയ് സെക്ഷനിലേക്കാണ്. അവിടെ കണ്ടിരുന്ന സ്റ്റഫ് ടോയ്സൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ മോളി കാണുന്ന ഇവിടെ കാണുന്ന ഈ ഒരു പെൻഗ്വിനെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് വാങ്ങാനൊന്നും പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അതിനൊക്കെ ഇങ്ങനെ പീച്ചിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ നേരം നെസ്റ്റോയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് അല്ലേ. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എടപ്പാളാണ്. അപ്പോൾ അവിടെ നെസ്റ്റോ എന്ന് പറയുന്നത് ഫോറം സെൻറ്ററിൽ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നെസ്റ്റോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ കുറേയൊന്നുമില്ല. പക്ഷേ അവിടെ പോയപ്പോൾ കോട്ടക്കൽ പോയപ്പോൾ അവിടെ ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാൾ തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു.
ഇവിടെ കാണാത്ത പല പല വെറൈറ്റി സാധനങ്ങളും ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയി. ഷോപ്പ് ഓപ്പൺ ആവുമായിരുന്നു. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതിന് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഈ കണ്ട സോഫ സെറ്റും അതേപോലെ തന്നെ ഈ കാണുന്ന ബെഡ് സെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടേബിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സ്കൈ ഒക്കെ കണ്ട് ഓരോ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ തിരൂരിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നത് മെയിനായിട്ട് കാലിഗ്രഫീസ് വാങ്ങാണ്ടായിരുന്നു, ക്ലോക്ക് വാങ്ങാണ്ടായിരുന്നു, പിന്നെ കുറച്ച് ലൈറ്റ്സും വാങ്ങാണ്ടായിരുന്നു. നമ്മൾ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഓപ്പൺ കിച്ചണിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഹോളിലിടാൻ വേണ്ടി 2 ലൈറ്റ്സ് വാങ്ങണമായിരുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട് എല്ലായിടത്തേക്കും ഇടാൻ. കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ലൈറ്റ്സും കൂടി ഇടായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ നമ്മൾ തിരൂർ വന്ന് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് എൻഡിങ് ആയിട്ടുള്ള ബാക്കിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. നേരെ കുറേ കറങ്ങിയത് കൊണ്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. വീഡിയോ എടുക്കാനുള്ളതൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും ഇനി മുതൽ കൺസിസ്റ്റൻ്റായിട്ട് നല്ലപോലെ വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ ഞാൻ ഡെയിലി പറഞ്ഞാൽ ഡെയിലി ഷോർട്സ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീക്ക്ലി വൺസായിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒപ്പം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.